അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്തുർനദ ക്ലാസ് തുടരുകയാണ്. ഇനി നമുക്ക് അദദുകളുടെ ലഫ്സുകളെ സംബന്ധിച്ചുള്ള വിധികൾ, ഹുക്കുമുകളാണ് പറയാനുള്ളത്. നോക്കാം. അല്ല അദദു എണ്ണമെന്ന് പറഞ്ഞാൽ, അദദ് എന്ന എണ്ണം എന്നാണല്ലോ. എണ്ണമെന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, വുദിഅ അതിനെ വെക്കപ്പെട്ടു, ലി കമ്മിയത്തിൽ അഷ്യാ ഈ അഷ്യാ അഷ്യാ വസ്തുക്കളുടെ കമ്മിയത്തിന് വേണ്ടി, സംഖ്യക്ക് വേണ്ടി. കമ്മിയത്ത് പറഞ്ഞാൽ സംഖ്യ, അളവ് എന്നൊക്കെ പറയും. അപ്പോൾ വസ്തുക്കളുടെ സാധനങ്ങളുടെ കമ്മിയത്തിന് അഥവാ സംഖ്യക്ക് വേണ്ടി വെക്കപ്പെട്ട ഒന്നാകുന്നു അദദ് എന്ന് പറഞ്ഞാൽ. വ അൽഫാസുഹു ഈ അദദുകളുടെ ലഫ്സുകൾ ബിഅ്തിബാരി തദ്കീരി തദ്കീറിനെ പരിഗണിച്ചുകൊണ്ടും വത്തഅനീസി തഅനീസിനെ പരിഗണിച്ചുകൊണ്ടും സലാസത്തു അഖ്സാമിൻ മൂന്ന് വിഭാഗങ്ങളാകുന്നു. അഹദുഹ ആ മൂന്ന് വിഭാഗങ്ങളിൽ ഒന്ന് മ ചില അദദുകളാണ്, യജ്രി അത് സഞ്ചരിക്കും, ദാഇമൻ എപ്പോഴും, അലാ അഖ്സിൽ ഖിയാസ് ഖിയാസിനെതിരായിക്കൊണ്ട്. അഥവാ സാധാ നിയമപരമായിട്ട് വരേണ്ടത് മഅദൂദ് മുസക്കർ ആണെങ്കിൽ അദദ് മുസക്കർ, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദ് മുഅന്നസ്. പക്ഷെ അതിന് നേരെ തിരിച്ചാ വരിക. തിരിച്ചു വരിക പറയുമ്പോൾ എങ്ങനെ? മഅദൂദ് മുസക്കറാണോ അദദിനെ മുഅന്നസാക്കും, മഅദൂദ് മുഅന്നസാണോ അദദിനെ മുസക്കറാക്കുക. ഇങ്ങനെ അത് ഉദാഹരണം വരും. വഹുവ അത് അഥവാ ഖിയാസിനെതിരായി വരുന്ന അദദ് എണ്ണങ്ങൾ മിൻ സലാസത്തിൻ ഇലാ തിസ്അ അത് 3 മുതൽ 9 വരെയാകുന്നു. ഫ അപ്പോൾ ഇന്ന തീർച്ചയായും ഹു അദദ് ഫിഹ ഈ 3 മുതൽ 10 വരെയുള്ളതിൽ യുഅന്നസു ആ അദദിനെ എന്താക്കപ്പെടും, മുഅന്നസാക്കപ്പെടും, മഅൽ മുദക്കരി മുദക്കറിനോട് കൂടെ, അഥവാ മുദക്കറായ മഅദൂദിനോടുകൂടെ, മുദക്കറായ മഅദൂദിനോടുകൂടെ ആ അദദിനെന്ത് ചെയ്യും? മുഅന്നസാക്കപ്പെടും. വയുസക്കറു ഇനി അദദിനെന്താക്കും? മുസക്കറാക്കപ്പെടും, മഅൽ മുഅന്നസി മുഅന്നസായ മഅദൂദിനോടുകൂടെ എന്നർത്ഥം. നഹ്വ ഇതുപോലെ സലാസത്തു റിജാലിൻ, സലാസത്തു റിജാലിൻ എന്നാ പറയുക. കാരണം അതിൻ്റെ എപ്പോഴും നമ്മൾ മുഫ്രദ് എടുക്കേണ്ടത് റജുലുൻ, മുഫ്രദ് എടുക്കുക റജുലുൻ. അപ്പോൾ റജുലുൻ എന്നുള്ളത് എന്താണ്? മുസക്കറാണ്. അപ്പോൾ നമുക്ക് എണ്ണത്തെ മുഅന്നസാക്കണം, നേരെ തിരിച്ചു കൊണ്ടുവരണം. സലാസത്തു റിജാലിൻ ജമ്മാക്കണം എന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ തൊഹ്ഫ നിസാന്, തൊഹ്ഫ 2 കിതാബ് കൂടെ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇനി ഇവിടെ നമ്മൾ അധികരിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അത് മുത്തവസ്സിത്തിന്റെ കിതാബാണ്, മുത്തവസ്സിത്തായ കിതാബാണല്ലോ ഖത്തുർനദ. വ സലാസത്തു ഇമാഇൻ അമത്തിന്റെ ജമ്മാണല്ലോ, അമത്ത് മുഅന്നസാണല്ലോ, അടിമ സ്ത്രീ. അപ്പോൾ അമത്തിന്റെ ജമ്മ് ഇമാ. അപ്പോൾ എന്തായി? അദദിനെ ഇവിടെ എന്താക്കി? മുദക്കറാക്കി, നേരെ തിരിച്ചാക്കി. മറ്റേടത്തിൽ റജുല് എന്നുള്ളത് മുദക്കറാക്കിയപ്പോൾ, മുദക്കറായപ്പോൾ മഅദൂദ്, അപ്പോൾ അദദായ എണ്ണത്തെ മുഅന്നസാക്കി സലാസത്തു. അതാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ മുഫ്രദിനാണ് പരിഗണിക്കേണ്ടത്, ശ്രദ്ധിക്കണം. അപ്പോൾ മുഫ്രദിനെ പരിഗണിക്കുക. എന്നാലേ ചില ബാഗ്ദാദികൾ അവർ ജമ്മിനെ മുറാഅത്ത് ചെയ്യലുണ്ട്, ജമ്മിനെ മുറാഅത്ത് പരിഗണിക്കുന്നവരും ഉണ്ട്. അങ്ങനെ പരിഗണിച്ച് പറയുന്ന ബാഗ്ദാദുകാർ ചില ആളുകളുണ്ട്. ഏതായാലും ഇത് മനസ്സിലാക്കുക. പിന്നെ ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സഖറഹ അലൈഹിം 7 ലയാലിൻ വ 8 അയ്യാമിൻ എന്ന് പറഞ്ഞത്. 7 ലയാലിൻ. അപ്പോൾ നമുക്കിത് മനസ്സിലായി എന്താ മജാസിയായ മുഅന്നസായാലും ശരി. അപ്പോൾ ലയാലി എന്നുള്ളത് അവിടെ എന്താ മജാസിയായ മുഅന്നസാണല്ലോ. അപ്പോൾ അത് മജാസിയായ മുഅന്നസും കൂടിയാണ്, കാരണം ഫർജില്ലാത്തതാണ്. അപ്പോൾ അതായപ്പോഴും ലൈലും ജമ്മു ലയാൽ 7 കണ്ടോ, മജാസിയ മുഅന്നസായിട്ടും. അപ്പോൾ അദദിനെ എന്താക്കി? മുദക്കറാക്കി 7 എന്ന് പറഞ്ഞു. പിന്നെ 8 അയ്യാം, യൗമുൻ ജമ്മ അയ്യാം, യൗമു മുദക്കറാണ്, അതുകൊണ്ട് അദദിനെ എന്താക്കി? മുഅന്നസാക്കി. വസാനിഹ 3 വിഭാഗമാക്കി എന്ന് പറഞ്ഞല്ലോ. ആ 3 വിഭാഗത്തിൽ രണ്ടാമത്തേത് മ ചില അദദുകളാണ്. യജ്രി അവ സഞ്ചരിക്കും, താറത്തൻ ചിലപ്പോൾ, കദാലിക ഇപ്രകാരം തന്നെ, അപ്രകാരം തന്നെ എന്ന് പറഞ്ഞാൽ അല അഖ്സിൽ ഖിയാസ് ഖിയാസിനെതിരായി. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ നേരെ തിരിച്ച് സഞ്ചരിക്കും. ചിലപ്പോൾ വത്താറത്തൻ ചില സമയങ്ങളിൽ അലൽ ഖിയാസ് ഖിയാസിന് യോജിച്ചുകൊണ്ടും സഞ്ചരിക്കും. അഥവാ മഅദൂദിനോട് യോജിച്ച്, മുസക്കറിലും മുഅന്നസിലും മഅദൂദിനോട് യോജിച്ചും വരും. അങ്ങനെ 2 നിലക്കും വരുന്നുണ്ട്. അതേതാ? വഹുവൽ അശറത്താണ്. ഫഇന്നഹ അപ്പോൾ തീർച്ചയായും ഹ എന്നുള്ളത് ഇല്ലം തുറക്കബ് അതിനെ മുറക്കബാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, അശറയെ മുറക്കബാക്കാരണ 11 തൊട്ട് മേലോട്ട് ഇങ്ങനെ പറയുക, അതാണ് പറഞ്ഞത്. അഹദ അശറ പോലെ അതാ പറഞ്ഞത്. അങ്ങനെ മുറക്കബാക്കി ആക്കപ്പെട്ടില്ലെങ്കിൽ
ആ അഷറത്തിനെ ഇല്ലം തുറക്കം, ആ അഷറത്തിനെ മുറക്കബാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ജറത്ത്, ആ അഷറത്ത് സഞ്ചരിക്കും അല അക്സിൽ ഖിയാസ്, ഖിയാസിനെതിരായിട്ട്. സാധാരണ 3 മുതൽ 10 വരെ നമ്മൾ പറയലുണ്ട്. ഇവിടെ ഇപ്പോൾ അത് ഇപ്പോൾ 2 വേറെ ടൈപ്പിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 10നെ സ്വന്തം പറയുകയാണെങ്കിൽ ഖിയാസിനെതിരായിട്ടാണ് സഞ്ചരിക്കുക. ഏതുപോലെ കഅശറത്തു റിജാലിൻ ബിത്തനീസി, കണ്ടോ, തനീസാക്കിക്കൊണ്ട്. കാരണം റജുല് മുദക്കറാണ് മഅദൂദ്, അപ്പോൾ എണ്ണത്തെ മുഅന്നസാക്കി. അതുപോലെ അശ്റു ഇമാഇൻ, അവിടെ അമത്തിന്റെ ജമ്മാണല്ലോ, അപ്പോൾ അശ്റു തനീസാക്കി ബിത്തദ്കീരി, അശ്റു എന്ന് തെദ്കീറാക്കി, ബിത്തദ്കീരി തെദ്കീറാക്കിക്കൊണ്ട്. കാരണം അമത്ത് മഅദൂദ് മുഅന്നസാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ 10. അപ്പൊ അതാണ് ഖിയാസിനെതിരായിട്ട് 10 സഞ്ചരിക്കുമെന്ന് പറഞ്ഞത്. ഇനി നോക്കുക, ഇനി യോജിച്ച് നടക്കുക. ഖിയാസിനെതിരല്ലാതെ ഖിയാസിനോട് യോജിച്ച് എപ്പോഴാണ് നോക്കുക? വഇൻ റുക്കിബത്ത്, ഇനി അശറത്ത് എന്നുള്ളതിനെ തെർക്കി മുറക്കബാക്കപ്പെട്ടാൽ ജറത്ത് അലൽ ഖിയാസി ദായിമൻ, എപ്പോഴും ഖിയാസിനോട് യോജിച്ചായിരിക്കും നടക്കുക. അഥവാ മഅദൂദിനോട് യോജിച്ച്, തദ്കീറിലും തഅനീസിലും മഅദൂദിനോട് യോജിച്ചായിരിക്കും സഞ്ചരിക്കുക. ഇതുപോലെ സലാസത അശറ അബ്ദൻ, 13 അടിമ. സലാസത അശറ അബ്ദൻ, ആണോ? അബ്ദ് എന്താ? മഅദൂദാണ്, തമ്മീസ്, അത് മുദക്കറാണ്. അപ്പൊ അതിനോട് യോജിച്ചു അശറ. മറ്റേത് 3 മുതൽ പിന്നെ 19 വരെ നമ്മൾ ഇതൊക്കെ എന്താണോ ഇതിൽ പിന്നെ മുമ്പ് പഠിച്ച് വിശദീകരിച്ച് കൊണ്ടും വരുന്നില്ല. അപ്പം നമ്മൾ അതാണ് ഘട്ടം ഘട്ടമായി നഹ്വ് പഠിക്കും. തഖ്വീൽ ലിസാനിൽ പഠിച്ചു, തുഹ്ഫലൊക്കെ പഠിച്ചു വരികയാണ്. അപ്പോൾ ഇതിലിനിപ്പോൾ ആ വിഷയങ്ങളൊന്നും പറയുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് 13 മുതൽ 20 വരെ ആദ്യത്തെ സലാസ, 19 വരെ സലാസ എന്നുള്ളത്, സലാസത്ത് എന്നുള്ളത് ഏതുപോലെ 3 മുതൽ 10 വരെ നമ്മൾ 10 മുറക്കബ് അല്ലാത്ത 10 വരെ ഉള്ളത് എങ്ങനെയാണോ അങ്ങനെ പറയേണ്ടത്. അപ്പോൾ അബ്ദ് മുദക്കറാണ്, നേരെ തിരിച്ചാക്കണം, സലാസത്താന്നാക്കണം, അല്ലാണ്ട് സലാസ എന്നല്ല. അപ്പോൾ സലാസ അശറ അബ്ദൻ. അപ്പോൾ ഈ അശറ എന്നുള്ളത് എന്താണ്? ഈ മഅദൂദിനോട് യോജിച്ച് തന്നെ വരും അശറ. അതിന്റെ സലാസ് അർബ എന്നുള്ളത് എന്താവും? അതിന് മഅദൂദിനോട് എതിരായിട്ടാണ് വരിക. 13 മുതൽ 11, 12 പിന്നെ യോജിച്ചാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ബിത്തദ്കീർ തെദ്കീറാക്കിക്കൊണ്ടാണ്, അശറ തെദ്കീറാക്കിക്കൊണ്ടാ. എന്ന് നോക്കി, വസലാസ അശ്റത അമതൻ, അശ്റത അശ്റത അങ്ങനെയൊക്കെ അതിലുണ്ട്. അശ ഇബ്നു മാലിക് അൽഫിൽ പറഞ്ഞിട്ടുണ്ട്, വശീരു ഫീഹ അൻ തമീമിൻ കസ്റ. ഇൻഷാല്ലാ അതൊക്കെ നമ്മൾ അധികരിച്ച്, ഇതിനേക്കാൾ അധികരിച്ചുള്ള പഠനം അൽഫിയല്ല വരിക, നമ്മൾ അതിനനുസരിച്ചുള്ള പഠനമാണ്. അപ്പോൾ സലാസ അശ്റത അമതൻ എന്ന് പറഞ്ഞു. അമത്ത് ബിത്തനീസി തനീസാക്കിക്കൊണ്ട്, കാരണം അമത്ത് മുഅന്നസാണല്ലോ, മുഅന്നസാണ്. അപ്പോൾ അശ്റത എന്ന് പറഞ്ഞു, അശ്റത അതിനോട് യോജിക്കും. മറ്റു ഖണ്ഡങ്ങൾ ഇപ്പോൾ 3 നേരെ എതിരായത് സലാസ എന്ന് പറഞ്ഞാൽ സലാസത്താന്ന് അറിയില്ല. കാരണം നമ്മൾ പറഞ്ഞു അത് 3 മുതൽ 9 വരെ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കി, അതേപോലെ തന്നെയാണ് പോവുക. അത് അവിടുന്ന് നല്ല അപ്പോൾ 23 മുതൽ 29, 33, 39 ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഉദാഹരണം 23 പുരുഷൻ എന്നെങ്ങനെയാ പറയാ? 23 പുരുഷൻ എന്ന് പറയാ സലാസത്തും വഇശ്റൂന റജുലൻ, സലാസത്തും വഇശ്റൂന തുൻ എതിരാക്കണം, കണ്ടോ? പെണ്ണാണെങ്കിലോ സലാസത്തും വഇശ്റൂന റജുലൻ, ബിൻതാണെങ്കിൽ സലാസുൻ നേരെ എതിരാക്കണം, സലാസുൻ വഇശ്റൂന, സലാസുൻ വഇശ്റൂന ബിൻതൻ. അങ്ങനെ 99 വരെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണത്, ശ്രദ്ധിക്കുക. ഇനി നോക്കുക, വസാലിസുഹ, അതിൽ 3ാമത്തെ രീതി നോക്കുക. വസാലിസുഹ 3 വിഭാഗമാക്കി 3ാമത്തെ രീതി നോക്കുക. ചില ആദതുകളാണ് യജിരി, അത് സഞ്ചരിക്കും അലൽ ഖിയാസ് ദായിമൻ, അത് എപ്പോഴും ഖിയാസ് അടിസ്ഥാനം തന്നെ, അതായത് മഅദൂദിനോട് യോജിച്ച് തന്നെ നടക്കുക. വഹുവ സഞ്ചരിക്കും, വഹുവ അതേതാണ്? ചില അതതുകളാണ് ദൂന സലാസത്തി, 3ന്റെ താഴെയുള്ളത്. അതേതാ? 1, 2. അതെന്തിനാൽ? ദൂന സലാസത്തി 3ന്റെ താഴെയുള്ള അദദ്, ആ മാക്ക് ബയാൻ. അതെന്തിനാൽ? മിനൽ വാഹിദ് 1 വലിസ്നൈനി 2. 1 വാഹിദ് ഇസ്നാൻ, വാഹിദിനാലും ഇസ്നൈനിയാലും, ഇസ്നാനി വാഹിദ്, അത് യോജിച്ചാണല്ലോ വരിക. എങ്ങനെ നമ്മൾ പറയാ? റജുലുൻ വാഹിദുൻ യോജിച്ച് തന്നെ വന്നു മഅദൂദിനോട്. അതുപോലെ എന്താ പറയുക? ഫതാത്തുൻ അല്ലെ ബിൻതുൻ എന്നൊക്കെ പറയുമ്പോൾ വാഹിദത്തുൻ യോജിച്ച് തന്നെ പറയണം. ത്വാലിബത്താനി സിനത്താനി, എന്നാലോ ത്വാലിബാനി സിനാനി, അതാണ് പറഞ്ഞത്, യോജിച്ച് വരും. അതാണ് എപ്പോഴും ഖിയാസായിട്ട് തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ വമാ യാതൊന്നും കാന അതായിരിക്കും അല സീഗത്തി ഫായിലിൻ, ഫായിലിന്റെ രൂപത്തിൽ വരിക. അതത് ഫായിലിന്റെ രൂപത്തിൽ വരിക. വമാ
യാതൊരു അതത് കാന അതായിരിക്കും അല സീഗത്തി ഫായിൽ ഫായിൻ്റെ രൂപത്തിലായിരിക്കും. കസാലിസുൻ അപ്പോൾ സിഫത്തിൻ്റെ മാന ഉൾക്കൊണ്ടു. മൂന്നാമത്തേത്, നാലാമത്തേത്, അഞ്ചാമത്തേത്, ഇങ്ങനെ. കസാലിസുൻ വ റാബിഉൻ പോലെ. വമാ ഫൗഖഹ അവയുടെ മേലോട്ടുള്ളതും. അപ്പോൾ കസാലിസ് പോലെ, വറാബി പോലെ, പിന്നെ വമാ ഫൗഖഹ അതിൻ്റെ നാലിൻ്റെ മേലോട്ടുള്ളതും ഉള്ള ഒന്നും പോലെ. ആഷിർ 10 വരെ, റാബി, ഖാമിസ്, സാദിസ് ഇങ്ങനെ പോലെ, സാബി അങ്ങനെ മേലോട്ട്, അതായത് 10 വരെ എന്നർത്ഥം. അപ്പോൾ ഫഇന്നഹുമ അപ്പോൾ തീർച്ചയായും ഇവ രണ്ടും, അഥവാ സാലിസ്, റാബിയ അല്ല അവ രണ്ടും പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ പറഞ്ഞ രണ്ടെണ്ണം ഏതാ, വമാ ദൂന സലാസ 3ന്റെ താഴെയുള്ളതും പിന്നെ ഫായിൽ രൂപത്തിൽ പറഞ്ഞതും, ഇവ രണ്ടും ഫഇന്നഹുമ അപ്പോൾ ഈ രണ്ടും അഥവാ ദൂന സലാസത്തും ഫായിൽ വസ്ന് യജ്രിയാനി അവ രണ്ടും സഞ്ചരിക്കും അലൽ ഖിയാസ് അടിസ്ഥാനത്തിൽ ദായിമൻ എപ്പോഴും. തഖൂലു പറയും ഫിൽ മുദക്കറിൽ വാഹിദുൻ വസ്നാനി വസാനിൻ ഫായിൽ രൂപത്തിൽ, വസാലിസുൻ വറാബിയുൻ ആഷിർ വരെ പറയും. വഫിൽ മുഅന്നസ് പെണ്ണിലാണെങ്കിൽ നമ്മൾ ഉദാഹരണം പറഞ്ഞത് അതുകൊണ്ടാണ് പറയത്ത് വാഹിദത്തുൻ ഇസ്നത്താനി സാലിസത്തുൻ ഉണ്ടോ, റാബിഅത്തുൻ ആഷിറത്ത് 10 വരെ അങ്ങനെ പറയും. ഉദാഹരണം മനസ്സിലായിട്ടുണ്ടോ? ഉദാഹരണം പറയണ അൽ കിതാബു സാബിഉ, കിതാബ് മുദക്കറല്ല, അൽ കിതാബു സാബിഉ അതിൻ്റെ സിഫത്തായിട്ട് 7ാമത്തെ പുസ്തകം. ഈ വാവ് വേറെന്താ, അൽ ഫത്താത്തു താസിഅതു 9ാമത്തെ യുവതി കണ്ടോ, അങ്ങനെ പറയുന്ന അർത്ഥം. പിന്നെ മനസ്സിലായ കാര്യം. പിന്നെ സുമ്മ പിന്നെ ആലം നീ അറിഞ്ഞോ അന്ന തീർച്ചയായും മാ ഒന്ന് സീഗ അല ഫായിലിൻ ഫായിൽ രൂപത്തിൽ എടുക്കപ്പെടുന്ന ഒന്ന് മിനിസ്നത്തൈനി 2ൽ നിന്നും വമാ ഫൗഖഹ ആ 2ന്റെ മുകളിലുള്ള ഒന്നിൽ നിന്നും ഫായിൽ രൂപത്തിൽ ഫായിൽ അടിസ്ഥാനത്തിൽ പിടിച്ചെടുക്കപ്പെടുന്ന ഒന്ന് ലഹു അതിനുണ്ട് 4 ഹാലാത്തിൻ 4 അവസ്ഥകളുണ്ട്. അഷറ ഇലൈഹ ആ അവസ്ഥകളിലേക്ക് ബിഖൗലിഹി തൻ്റെ ഖൗല് കൊണ്ട്, ആ 4 അവസ്ഥകൾ പറഞ്ഞല്ലോ, അതിലേക്ക് തൻ്റെ ഖൗല് കൊണ്ട് മുസന്നിഫ് ഇഷാറത്താക്കി. വയുഫ്റദു ഫായിലുൻ അനിൽ ഇദാഫ, ഒന്നാമത്തെ ഒരു രൂപേത വയുഫ്റദു ഫായിലുൻ എന്താ, ഫായിലിനെ മാറ്റപ്പെടും. വയുഫ്രദ് പറഞ്ഞാൽ ഫായിലിനെ മാറ്റപ്പെടും അനിൽ ഇദാഫത്തിനെ തൊട്ട്. അതാണ് മുഫ്രദ് പറഞ്ഞാൽ ഇദാഫത്തിനെ തൊട്ട് ഒഴിവാക്കപ്പെടുന്ന അർത്ഥം. അപ്പോൾ എന്താ വയുഫ്രദു 4 അവസ്ഥ പറഞ്ഞു. അതിലൊന്ന് യുഫ്രദു ഫായിലുൻ, ഫായിൽ എന്നുള്ളതിന് ആ രൂപം ഉണ്ടല്ലോ, ഫായിൽ വസിൻ എണ്ണം വരുമല്ലോ സാലിസ്, അതിനെന്ത് ചെയ്യും, മാറ്റപ്പെടും, നീക്കപ്പെടും. എന്തിനെ തൊട്ട്, അനിൽ ഇദാഫത്തിനെ തൊട്ട് ഒഴിവാക്കപ്പെടും എന്നർത്ഥം. ഇതുപോലെ സാലിസുൻ വ ആഷിറുൻ എന്നുപോലെ, സാലിസുൻ വ ആഷിറും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉദാഹരണം തന്നെ അൽ ഫത്താത്തു താസിയ അൽ കിതാബു ഫത്താത്തു താസിയത്തു അൽ കിതാബു സാബിഉ ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെ ആകുമ്പോൾ വമഅനാഹു അതിൻ്റെ മാന എന്താണ്, വാഹിദുൻ മൗസൂഫുൻ ബിഹാദിഹി സിഫത്തി ഈ സിഫത്ത് കൊണ്ട് മൗസൂഫായ വിശേഷിപ്പിക്കപ്പെട്ട ഒന്ന് എന്നാ. അപ്പം എന്താ, 3ാമത്തേത്, 10ാമത്തേത്, 4ാമത്തേത്, 5ാമത്തേത്, 6ാമത്തേത് അങ്ങനെ. അതാണ് ഈ സിഫത്ത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞത്. പിടിട്ടോ, റജുലുൻ സാലിസുൻ 3ാമത്തെ റജുല് ഇങ്ങനെ. അപ്പോൾ സിഫത്തിൻ്റെ മാന ഉൾക്കൊള്ളും, അതാണ് പറഞ്ഞത്. ഔ അല്ലെങ്കിൽ പിന്നെ യുദാഫു ഈ യുഫാഇൽ രൂപത്തിൽ നമ്മൾ എടുക്കുന്ന അദദുണ്ടല്ലോ, അതിനെന്ത് ചെയ്യും, ഇദാഫത്ത് ചെയ്യപ്പെടും ലിമ ഒന്നിലേക്ക്. ഉഷ്തുക്ക എന്താ ഉഷ്തുക്ക എന്ന് പറഞ്ഞാൽ വ്യുൽപാദിപ്പിക്കുന്നതിനാണ്, വ്യുൽപാദിപ്പിക്കുക അതിനാണ് ഇഷ്ടക്കാരി. അതാ ഒരു വാക്ക് മറ്റൊന്ന് എടുക്കുക, മനസ്സിലായോ? അപ്പോൾ ഈ ഫായിൽ യുദാഫു എന്ന് പറഞ്ഞാൽ ഫായിൽ അത് മടങ്ങുന്ന എങ്ങോട്ടാ, ഫായിൽ രൂപത്തിലെടുക്കുന്ന അതിനെ ഇദാഫത്ത് ചെയ്യപ്പെടും ലിമ ഒന്നിലേക്ക്. ഉഷ്തുക്ക ഈ ഫായിൽ വസിൽ നമ്മൾ കൊണ്ടുവരുന്ന അതതുകളുണ്ടല്ലോ, അവകളെ എടുക്കപ്പെടും മിൻഹു ആ ഒന്നിൽ നിന്ന്. ഹു എന്ന ഇത് മാൽക്കാണ്, പിടിട്ടോ. അപ്പോൾ ഉദാഹരണം പറയണം, അപ്പോൾ സാലിസ് എന്ന് പറയുമ്പോൾ സലാസത്ത് നിന്നാണ് എടുത്തത്, സലാസത്ത് നിന്നാണ് സാലിസ് എടുത്തത്, മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഇനി ഉദാഹരണങ്ങൾ നോക്കിയപ്പോൾ അങ്ങനെ വരാൻ ഒന്ന് ഞാൻ മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഈ സാലിസ് ഉദാഹരണം ഇപ്പോൾ സപ്പത്തെ ശേഷം ഇവിടെ പറയും സാലിസ് സലാസത്തിൻ എന്ന് പറയാം. അപ്പോൾ സാലിസു എന്നുള്ള യുദാഫു അതിന് യുദാഫത്ത് ചെയ്യപ്പെടും ലിമ ഒന്നിലേക്ക് സലാസത്തിലേക്ക്. ഈ സലാസത്ത് പറഞ്ഞാൽ എന്താ, ഉഷ്തുക്ക സാലിസിന് എടുക്കപ്പെട്ടു മിൻഹു ആ സലാസത്തിൽ നിന്ന്. ഇപ്പോൾ ഇവിടെയോ മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അതാണ് യുദാഫു ഈ ഫായിൽ യുദാഫത്ത് ചെയ്യപ്പെടും ലിമ ഒന്നിലേക്ക്. ഉഷ്തുക്ക ആ ഫായിലിനെ വസിനുള്ള അതതിനെ എടുക്കപ്പെട്ടു മിൻഹു അതിൽ നിന്ന്, അങ്ങനെയുള്ള ഒന്നിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെടും. കസാനിസിനൈനി വസാലിസ് സലാസത്തിൻ കണ്ടോ,
ഇസ്നൈനിൽ നിന്നാണ് സാനിനെടുത്തത്, സലാസത്തിൽ നിന്നാണ് സാലിസിനെടുത്തത്. റാബിഉ അർബഅത്തിൻ, അർബഅത്തിൽ നിന്നാണ് റാബിനെടുത്തത്. അപ്പം എന്താ അതിൻ്റെ മാന വരിക? രണ്ടിൽ ഒരുത്തൻ, മൂന്നാളിൽ ഒരുത്തൻ, നാലിൽ ഒരുത്തൻ എന്നാണ്. വ മാനാഹു, അതിൻ്റെ അർത്ഥം എന്താ? വാഹിദു മിൻ ഇസ്നൈനി, രണ്ടാളിൽ ഒരാൾ. വ വാഹിദു മിൻ സലാസത്തിൻ, മൂന്നിൽ നിന്നൊരാൾ. വാഹിദു മിൻ അർബഅത്തിൻ, പിന്നെന്താണ്? നാലിലൊരാൾ. അതാണ് എൻ്റെ അർത്ഥം. ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. അത് ഏതിൽ നിന്നാണോ പിടിച്ചെടുക്കുക അതിലേക്ക് തന്നെ ആവണം. മനസ്സിലായില്ലേ? അപ്പം അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം എന്താ അതിൻ്റെ അർത്ഥം വരിക? അല്ലാണ്ട് മൂന്നിൽ മൂന്ന്, നാലിൽ നാല് അങ്ങനെ അർത്ഥമല്ല. മറിച്ച് എന്താണ്? രണ്ട് ആളുകളിൽ ഒരാൾ, മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരാൾ, നാലെണ്ണത്തിൽ ഒരുത്തൻ. അതാണ് വാഹിദും മിൻ സലാസ, വാഹിദും മിൻ അർബഅ എന്ന് പറഞ്ഞത്. ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അൽഫിൽ വരുന്നുണ്ട് അതിനൊക്കെ. വ ഇൻ തുരിദ് ബഅദല്ലദീ മിൻഹു ബുനി തുദിഫ് ഇലൈഹി മിസ്ല ബഅദിൻ ബയ്യിനി എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ വരും. ഇനി അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ രണ്ടായിട്ടോ. ഇനി മൂന്നാമത്തേത് അല്ലെങ്കിൽ യുദാഫ്, ഈ ഫായിൽ വസനുള്ള അദദിനുണ്ടല്ലോ, അതിന് യുദാഫത്ത് ചെയ്യപ്പെടും ലിമ ഒന്നിലേക്ക്. എങ്ങനത്തെ ഒന്നാണ്? ദൂനഹു. അപ്പോൾ അതിനേക്കാൾ താഴെയുള്ള ഒന്നിലേക്ക് എന്ത് ചെയ്യും? യുദാഫത്ത് ചെയ്യപ്പെടും. അല്ലെങ്കിൽ യുദാഫു, ഈ ഫായിൽ വസനിൽ കൊണ്ടുവരുന്ന അദദിന് യുദാഫത്ത് ചെയ്യപ്പെടും ലിമ ഒന്നിലേക്ക്. ദൂനഹു, അതിനേക്കാളും താഴെയുള്ള. അത് മാക്ക് ബയാൻ, എന്തിനാൽ മേലെ അദദ്, എണ്ണത്തിനാൽ. അപ്പോൾ ഈ അദദിനെ നമ്മൾ കൊണ്ടുവരുന്ന ഫായിൽ വസനത്തിനേക്കാൾ ഫായിൽ വസനിൽ കൊണ്ടുവരും. അപ്പോൾ അതിനേക്കാളും താഴെയുള്ള ഒരെണ്ണത്തിലേക്കാണ് ഇദാഫത്ത് ചെയ്യപ്പെടുക, മേലുള്ളതിലേക്കല്ല, സെയിമിൽക്കും അല്ല, താഴെയുള്ളതിലേക്ക് ഒരെണ്ണത്തിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെടും. അപ്പോൾ എങ്ങനെ മാന വ്യത്യാസമുണ്ട് നോക്കുക. സാലിസ് സ്നൈനി, കണ്ടോ? സാലിസിനെ അതിനേക്കാളും താഴെയുള്ള എണ്ണത്തിൽ കൈസ്നയിലേക്ക് ഇദാഫത്ത് ചെയ്ത്. വറാബിഉ സലാസത്തിൻ, 4നെ 3 അതിനേക്കാളും താഴെയിലേക്കാണ്. വഹാമിസു അർബഅത്തിൻ, കണ്ടോ? അപ്പം എന്താ അർത്ഥം? ഇതിൻ്റെ ഒക്കെ അർത്ഥം അപ്പോൾ ഇതിലിവിടെ തസീറിൻ്റെ മാന വരുന്ന ആക്കി തീർത്തു. നോക്കുക, അത് ഇബ്നു മാലിക് പറയുന്നുണ്ട്. വ ഇൻ തുരിദ് ജഅലൽ അഖല്ലി മിസ്ലമ ഫൗഖൂഫ ഹുക്മ ജാഇലില്ലാഹു ഹുക്മ എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ. അതായത് അപ്പം എന്താ മാന വരിക പറഞ്ഞാൽ ജാഇലുൽ ഇസ്നൈനി, രണ്ടിനെ ആക്കുന്നവൻ, ബിനഫ്സിഹി, തൻ്റെ നഫ്സ് കൊണ്ട്, സലാസത്തൻ, 3 ആക്കുന്നവൻ. അതാണ് തസീറിൻ്റെ മാന. ജായിൽ, ആക്കുന്നവൻ, ആക്കി തീർക്കുന്നവൻ എന്നുള്ള മാന കിട്ടുന്നത്. അപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ സാലിസ് സ്നൈനി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിനേക്കാളും താഴേക്ക് ഇദാഫത്ത് ചെയ്തപ്പോൾ മാന വരിക രണ്ടിനെ തൻ്റെ നഫ്സ് കൊണ്ട് 3 ആക്കുന്നവൻ എന്നാണ്. അതേപോലെ തന്നെ വജായിലുസ് സലാസത്തി അർബഅത്തൻ, 3നെ 4 ആക്കി തീർക്കുന്നവൻ. വജായിലുൽ അർബഅത്തി ഖംസത്തൻ, ഏതാണ്? ഹാമിസ് അർബഅത്തിൻ്റെ മാനാട്ടാ പറയുന്നത്. 4നെ 5 ആക്കി തീർക്കുന്നവൻ. കിട്ടിയോ? അതാണ് അതിൻ്റെ മാന. അങ്ങനെ ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ രണ്ടും വ്യത്യാസം മനസ്സിലാക്കണം. നേരെ ഏതിൽ നിന്നാണ് എടുക്കപ്പെട്ടത് ആ സെയിമിൽക്കൻ ഇദാഫത്ത് ചെയ്തപ്പോൾ എന്താ? 3ൽ ഒരുത്തൻ, 4ൽ ഒരുത്തൻ എന്നാണ്. ഇതെന്താ പറഞ്ഞത്? 3നെ സാലിസ് സ്നൈനി തായിൽക്ക് ചെയ്തപ്പോൾ അതിൽ 2നെ 3 ആക്കിയവൻ, 3 ആക്കുന്നവൻ, അല്ലെങ്കിൽ 3നെ 4 ആക്കുന്നവൻ, ആ 4നെ 5 ആക്കുന്നവൻ, ഇങ്ങനെ പോവാം. അതാണ് ഇബ്നു മാലിക് അൽഫിൽ പറഞ്ഞത്. വ ഇൻ തുരിദ് ജഅലൽ അഖല്ലി മിസ്ലമ ഫൗഖു, മുകളിലുള്ളതിനെ പോലെ തന്നെ താഴെയുള്ളതിനെ ആക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഹുക്കുമ ജാഇലില്ലഹു, ജാഇൽ എന്നതിൻ്റെ ഹുക്കുമ അതിനെ കൊടുത്തോതാ, അഥവാ ആക്കിയവൻ. അപ്പോൾ 3നെ 4 ആക്കിയവൻ ഇങ്ങനെ വരും. അതിന് ഉദാഹരണം നോക്കുക ഖുർആനിൽ. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും. എന്താ അർത്ഥം? മാ യകൂനു, കാരണം ഇവിടെ താമിൻ്റെ മാനാണ്. മാ യകൂനു, ഉണ്ടാവുകയില്ല. മിൻ നജ്വ, അവിടെ സായിദാണ്. നജ്വ എന്നുള്ളത് ആ ലഫ്സ് കൊണ്ട് മജ്റൂറാണെങ്കിലും അവിടെ മഹല്ല് കൊണ്ട് മർഫുവാണ്, ഫായിലാണ്. അപ്പോൾ മാ യകൂനു മിൻ നജ്വ സലാസത്തിൻ, 3 ആളുകളുടെ എന്താണ് നജ്വ പറഞ്ഞാൽ രഹസ്യ സംഭാഷണം. അപ്പോൾ 3 ആളുകളുടെ രഹസ്യ സംഭാഷണം ഉണ്ടാവുകയില്ല. ഇല്ലാഹുവ റാബിഉഹും, ഇല്ലാഹുവ, അള്ളാഹു അവരിൽ 4ാമനായിട്ടില്ലാതെ, അള്ളാഹു അവരിൽ 4ാമനായി കൊണ്ടില്ലാതെ ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ വലാ ഖംസത്തിൻ, 5 ആളുകളുടെ രഹസ്യ സംഭാഷണം ഉണ്ടാവുകയില്ല. ഇല്ലാഹുവ സാദിസുഹും, അള്ളാഹു അവരിൽ 6ാമനായി കൊണ്ടില്ലാതെ എന്നാ. അപ്പോൾ എന്താ? റാബിഉഹും, ഓക്കെ, ഹും സലാസത്തിൽ കാണല്ലോ. അപ്പോൾ അവരിൽ 4, റാബിഉഹും എന്ന് പറഞ്ഞല്ലോ. ശരിക്കും അവിടെ റാബിഉ സലാസത്തിന.
അപ്പോൾ അങ്ങനെ അതാണ് നാലാക്കുക. അപ്പോൾ താഴെയുള്ളതിനെ മേലെ പോലെ കൊണ്ടുവരിക എണ്ണം. അതാണ് ജായിലു എന്നിൻ്റെ മാന കൊടുക്കുക എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അതായി. ഇനി അടുത്തത് നമ്മൾ 4 അവസ്ഥകളുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇദാഫത്തിനെ തൊട്ട് ഒഴിവാക്കപ്പെടുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞു ഏതിൽ നിന്നാണോ അത് എടുക്കപ്പെട്ടത് അതിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെടുക. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് അപ്പോൾ ഒന്നിൽ മറ്റേ രണ്ടാമത്തെ ആകുമ്പോൾ 4-ൽ ഒരാൾ എന്ന അർത്ഥമായിരിക്കും. പിന്നെ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു ആ എണ്ണത്തേക്കാൾ അതിനേക്കാൾ താഴെയുള്ളതിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെടുക. അപ്പോൾ ജായിലുൽ നമ്മൾ പറഞ്ഞു ആക്കി തീർക്കുക, തസീറിൻ്റെ മാനായി വരികയാണ്. ഇനി അടുത്ത് നോക്കുക, മാന ഒന്ന് തന്നെയാണ്, വേറൊരു ഇസ്തിമാലാണ് ഇസ്മുഫായിലെ പോലെ ഉപയോഗിക്കുക. നോക്കുക ഔ യൻസിബു, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഇസ്മുഫായിൻ്റെ രൂപത്തിൽ വരുന്ന അദദ് എന്ത് ചെയ്യും, നസ്ബ് ചെയ്യും. മാ ഒരു അദദിനെ ദൂനഹു അതിനേക്കാൾ താഴെയുള്ള ഒന്നിൽ നസ്ബ് ചെയ്യും. അവിടെ സാനിനെ ഔട്ടാണ്. സാനി അതിൻ്റെ താഴെയുള്ളതിലേക്ക് വരില്ല. അത് നമ്മളിത് വിശദീകരിച്ചിട്ട് പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലെങ്കിൽ യൻസിബു ഈ അദദ് ഫായിൽ വസലിൽ എടുക്കുന്ന അദദ് നസ്ബ് ചെയ്യും മാ ഒരെണ്ണത്തെ ദൂനഹു അതിനേക്കാൾ താഴെയുള്ള എണ്ണത്തെ. കാരണം ലി കൗനിഹി ആ ഈ ഫായിൽ വസലിൽ എടുക്കപ്പെടുന്ന അതത് ആയ കാരണത്താൽ ഇസ്മുഫായിലായ കാരണത്താൽ ഹക്കീക്കത്ത് യഥാർത്ഥത്തിൽ തന്നെ ഇസ്മുഫായിലായ കാരണത്താൽ എന്നർത്ഥം. പക്ഷെ അവിടെ നമ്മൾ ഇസ്മുഫായിൻ്റെ എല്ലാ നിയമങ്ങളും അവിടെ കൊടുക്കണം. അതുകൊണ്ടാണല്ലോ അൽഫലി ഇബ്നു മാലിക് പറഞ്ഞത് ഫഹുക്കുമ ജാഇലി ലഹു ഹുക്കുമ. നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞല്ലോ ആ ജാലിൻ്റെ ഹുക്കുമ കൊണ്ട് ആ അതത് വന്ന ഇസ്മുഫായിൽ ഉണ്ടല്ലോ അതിനെങ്കിൽ വിധിക്കണം. അത് പറഞ്ഞാൽ നമ്മൾ ഇസ്മുഫായിൽ അമലി ചെയ്യാൻ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലില്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് നഫീൻ ഹാലിൻ്റെയോ മുസ്തഖബിലിൻ്റെയോ മാനാവണം, മാദിൻ്റെ മാനാവരുത്. മാദിൻ്റെ മാനാണെങ്കിൽ അവന് ഇദാഫത്ത് നിർബന്ധമാണ്. ഇത് നസ്ബ് കൊടുക്കുന്നതാണ് പറയുന്നത്. നസ്ബ് കൊടുക്കണമെങ്കിൽ മാദിൻ്റെ മാനാവരുത്. അഥവാ ഇപ്പോൾ ഹാദാ സാലിസു സുനൈനി അംസി അങ്ങനെ ഇദാഫത്ത് ചെയ്ത മാദിൻ്റെ മാനാണെങ്കിൽ പറയാൻ പറ്റും. അതായത് ഹാദാ സാലിസുൻ ഇസ്നൈനി അംസി അങ്ങനെ പറ്റൂല. ഇദാഫത്ത് ചെയ്തണം. ഇദാഫത്ത് അപ്പോൾ മാദിയാണെങ്കിൽ ഇദാഫത്ത് നിർബന്ധ. സാലിസു സുനൈനി അംസി, സാലിസുൻ ഇസ്നൈനി എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ആ നിയമങ്ങളൊക്കെ അതുപോലെ തന്നെ ഇറ്റിമാദ് വേണം. ഒന്നുകിലും നഫി ഉണ്ടാവുക, ഇസ്തിഫാം ഉണ്ടാവുക, അല്ല ഖബറായി വരിക, ഹാലായി വരിക, അല്ലെങ്കിൽ സിഫത്തായി വരിക, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ എന്തെങ്കിലുമൊക്കെ ആവണം, അത് കിട്ടണം. അതാണ് പറഞ്ഞത്. അപ്പോഴേ ഈ അമലുണ്ടാവും. തക്കുലിജ് പറയും ഹാദാ ഇവൻ റാബിഉൻ സലാസത്തൻ 3-നെ 4ആക്കിയവനാകുന്നു. 4ആക്കുന്നവൻ. ഹാദാ ഇവൻ റാബിഉൻ സലാസത്തൻ, മാനം തന്നെ റാബിഉൻ സലാസത്തൻ ബി തൻവീനി റാബിഉൻ, റാബീന് തെൻവീൻ ആക്കിക്കൊണ്ട്, വ നസ്ബി സലാസത്തൻ എന്നുള്ള നസ്ബാക്കിക്കൊണ്ടും. അപ്പോൾ അമലി ചെയ്തു. അപ്പോൾ റാബിഉൻ എന്ന് ഇസ്മുഫായിലായി. അത് സലാസത്തിന് നസ്ബ് കൊടുക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഇസ്മുഫായിലിൻ്റെ ആ നിയമങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്താ ഹാദാൻ്റെ ഖബറാണ് റാഫിൻ, ഖബർ വന്നാൽ അമലി ചെയ്യല്ലോ. അപ്പോൾ നമുക്ക് മാനം കൊടുക്കണം, ഹാലിൻ്റെയോ മുസ്തഖബിലിൻ്റെ മാനം എടുക്കണം. മാദിൻ്റെ മാനം എടുത്ത് അങ്ങനെ പറയാൻ പറ്റൂല. മാദിൻ്റെ മാനാണെങ്കിൽ പിന്നെ ഇബാഫത്ത് നിർബന്ധം റാബിഉൻ സലാസത്തിൻ എന്ന് പറയണം. മനസ്സിലായെങ്കിൽ ഹാദാ റാബിഉൻ സലാസത്തൻ, ഇവൻ 3-നെ 4ആക്കുന്നവൻ. അപ്പോൾ അതാണ് പറഞ്ഞത്. കമാ തൊക്കുലുജ് പറയുന്നത് പോലെ ജാഇലുൻ ആക്കുന്നവൻ സലാസത്തൻ. അതേ മാനാണ് ജാഇലുൻ ആക്കുന്നവൻ സലാസത്തൻ 3-നെ 4 കണ്ടോ. അപ്പോൾ 3-നെ 4ആക്കുന്നവൻ ജാഇലു എന്ന് വെച്ച് പറയുമ്പോൾ തന്നെ ഹാദാ ഇവൻ ജാഇലുൻ ആക്കുന്നവനാണ്, സലാസത്തൻ 3-നെ 4ആക്കുന്നവൻ എന്നതുപോലെ തന്നെയാണ്. മനസ്സിലായോ? 4ആക്കുന്നവൻ. അപ്പോൾ നമുക്ക് ആ ജായിലിൻ്റെ അമല് കിട്ടണമെങ്കിൽ അല്ലില്ലാത്തപ്പോൾ ഖബറായി വന്നിട്ടുണ്ട്, നമുക്ക് പറ്റും. ഇനി എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞു 2-ൽ താഴെ ഉള്ളതിനാ 3-ന് ഇദാഫത്ത് യായി അൻസിബു മാ ദൂനഹു എന്നല്ലേ. ഇവിടെ ഇപ്പോൾ ചെയ്ത് നോക്കി നിങ്ങൾ റാബിഉൻ 4 അതിൻ്റെ താഴെയുള്ളതിനാണ് നസ്ബ് സലാസത്തൻ, അല്ലാണ്ട് മേലെ ഉള്ളതിനല്ല. ഇങ്ങനെ നമുക്ക് ഇവിടെ വേറെയും പറയാം ഹാദാ ഖാമിസുൻ അർബഅത്തൻ, സാദിസുൻ ഖംസത്തൻ 5-നെ 6ആക്കിയവൻ, അങ്ങനെ നമുക്ക് പറയാം. സാദിസുൻ ഖംസത്തൻ ഇങ്ങനെ പറയാം അർത്ഥം. നേരെ മറിച്ച് അങ്ങനെ പറയുമ്പോഴത്തിൽ ഇപ്പോൾ വ്യത്യാസം എന്താ വെച്ചാൽ ഈ സാനി ഒഴിവാ. സാനി 2-നെ നമുക്ക് എന്താ സാനി വാഹിദിൻ ഉണ്ടോ, 2-നെ താഴെയുള്ള സാനി വാഹിദിൻ എന്ന നിലക്ക് പറയൂല. ഈ സാനിയിൽക്ക് പറ്റൂല എന്ന് പറയുമ്പോൾ 2 നമ്മൾ തൊട്ടുമ്പോൾ ഇദാഫത്തും പറ്റൂല, ഇങ്ങനെ നസ്ബ് കൊടുത്താൽ മതി, ഇത് രണ്ടും പറ്റൂല. അതാണ് സാനി വാഹിദിൻ എന്ന ഇദാഫത്ത് ഇതും പറയൂല. അല്ലെങ്കിൽ വല സാനിൻ വാഹിദൻ എന്ന് നസ്ബ് ഇത് രണ്ടും സാനിയിലില്ല. എന്നാൽ അത് പറ്റൂന്നുള്ള അഭിപ്രായക്കാർ ഉണ്ട്. കിസായി ഇമാമൊക്കെ അഭിപ്രായക്കാരനാണ് പറ്റുന്ന്. അറബിയിലൊക്കെ തൊട്ട് അങ്ങനെ ഹിക്കാത്ത് ചെയ്യുന്ന കൽഫിൻ്റെ ഷറഹുകളിൽ വരുന്നുണ്ട്. മനസ്സിലായോ? അതാണ് ഇവിടെ അത് അതിൻ്റെ കൂടെ മനസ്സിലാക്കുക. 2-നെ താഴോട്ട് ഇബാഫത്ത് ചെയ്തും നസ്ബ് ചെയ്തും രണ്ടും പറയൂല, മനസ്സിലാക്കുക.
ഇനി വലാ യൻസിബു നസ്ബ് ചെയ്യൂല. ഈ ഫായിൽ എന്ന വസനിൽ കൊണ്ടുവന്ന അതതുണ്ടല്ലോ, അത് നസ്ബ് ചെയ്യൂല. ഒരു അതതിന് ഉസ്തുക്ക, ഈ ഫായിൽ വസനിൽ കൊണ്ടുവരുന്ന അതതുണ്ടല്ലോ, അതിനെ പിടിച്ചെടുക്കപ്പെട്ടു മിൻഹു, അതിൽ നിന്നാണ്. ആ മാൽക്ക് മടങ്ങുന്നതാണ് ഹു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഫലാ യുക്കാൽ പറയപ്പെടൂല സാലിസുൻ സലാസത്തൻ. കാരണം സലാസത്ത് നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാ സാലിസ്. അതാണ് വലാ യൻസിബു നസ്ബ് ചെയ്യൂല. അപ്പൊ ഈ സാലിസ് നസ്ബ് ചെയ്യൂല. ഈ സലാസത്തിന് ഉസ്തുക്ക, ഈ സാലിസ് പിടിച്ചെടുക്കപ്പെട്ടത് മിൻഹു, ഈ സലാസത്ത് നിന്നാണ്. മനസ്സിലാവാൻ വേണ്ടി ഉദാഹരണം വെച്ച് പറഞ്ഞതാണ്. ചിലപ്പോൾ ദമീർ പട്ടർ പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ സാലിസും സലാസത്ത് എന്ന് പറയൂല. ബി തൻവീനി സാലിസുൻ, സാലിസിന് നസ്ബ് കൊടുത്തിട്ട് അഫ്വൻ സാലിസിന് തൻവീൻ കൊടുത്തിട്ട്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ വനസ്ബി സലാസത്തൻ, എന്നിട്ട് സലാസത്തിന് നസ്ബും കൊടുക്കുക, അത് പറ്റൂല. കാരണം താഴെയുള്ളവർക്ക് വരണം, അപ്പോഴേ ശരിയാവും. എന്നാൽ ഖിലാഫല്ലിൽ അഖ്ഫശി വസാലബിൻ, അഖ്ഫശി ഇമാമിനും സാലബ് ഇമാമിനെതിരായിട്ട് അവരുടെ അടുക്കൽ അത് പറ്റുന്ന, അവർക്ക് പറ്റും, അല്ലാത്ത ഭൂരിഭാഗത്തിന്റെ അടുക്കലും പറ്റൂല. മറ്റൊന്നെന്താണോ മാദൂനഹു ആണ്, താഴിലേക്കാണ് ഇദാഫത്ത്. ഏതിലാണോ പിടിച്ചെടുക്കപ്പെട്ട അതിലേക്ക് തന്നെ ഇദാഫത്ത് നസ്ബു ചെയ്യുന്നത്. അപ്പോൾ ഏതിലാണോ പിടിച്ചെടുക്കപ്പെട്ടത് അതിലേക്ക് തന്നെ നമ്മൾ അതിനെ നസ്ബു ചെയ്തിട്ട് പരിപാടി ഇല്ല എന്നർത്ഥം. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ 4 അവസ്ഥകൾ പറഞ്ഞു. ഈ അവസാനം പറഞ്ഞ 2 അവസ്ഥയും എന്താണ്? ഒരേ മാനയാണ്. പിന്നെ അമലി ചെയ്യിപ്പിക്കും, ഇസ്മുഫായിനെ പോലെ തന്നെ നമ്മൾ അമലി ചെയ്യിപ്പിച്ചു. ഇസ്മുഫായിൻ്റെ അതേ വിധി കൊണ്ടുവരുന്നതോട് കൂടെ തന്നെ അതിൽ ഈ ഇദാഫത്ത് ചെയ്യുന്നതെന്നും ഇസ്മുഫായിലായിട്ട് നസ്ബ് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ ഒഴിവാക്കിയത് 2-1 2-1 ഇദാഫൊന്നും ചെയ്യൂല. അല്ലെങ്കിൽ 2 വാഹിദിന് നസ്ബ് കൊടുത്തിട്ട് സാനിൻ വാഹിദൻ എന്നൊന്നും പറയൂല ഇൻഷാ അല്ലാഹ്. അതോടുകൂടി അതത് കഴിഞ്ഞിട്ടോ. ഇനി ഇത് ഞാൻ പറയില്ലേ, നമ്മൾ ഇതിനെ എളുപ്പമുള്ള മറ്റ് 100 ഉപയോഗിക്കൽ, അതൊക്കെ ഇതിൻ്റെ മുമ്പത്ത് 99 ഒക്കെ 55 ഒക്കെ അങ്ങനെ പറയുന്ന മുമ്പ് വിശദീകരിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പം സ്റ്റെപ്പായിട്ട് വരുന്നവർക്ക് അത് പ്രശ്നം വരില്ല. ഇനി ഇതിൻ്റെ മുറക്കബായിട്ടുള്ള രീതിയിലുള്ള മറ്റു അധികരിച്ച കാര്യങ്ങളൊക്കെ അത് അൽഫിയയിൽ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ആ നിലയ്ക്ക് തന്നെ ഓർഡറിൽ തന്നെ പോവാം. അൽഫിയയിൽ വിശദമായിട്ട് വരുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.